നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതിയുടെ ജാമ്യ വ്യവസ്ഥയിൽ നെന്മാറ SHOയ്ക്ക് വീഴ്ച പറ്റിയെന്ന് SP-യുടെ റിപ്പോർട്ട്. ചെന്താമര ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയെടുത്തില്ല. പ്രതി നെന്മാറ വന്ന് താമസിച്ചിട്ടും ഇക്കാര്യം കോടതിയെ അറിയിച്ചില്ല. ജാമ്യ ഉത്തരവിലെ ഉപാധികൾ SHO ഗൗനിച്ചില്ലെന്നും ഉത്തരമേഖല IGക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ടി നന്ദഗോപാൽ ചേരുന്നു. നന്ദഗോപാൽ, പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നതിൽ ഇനി സംശയമില്ല, വീഴ്ച പറ്റിയെന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്? ധന്യ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പരാതി നേരത്തെ തന്നെ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു, സുധാകരന്റെ മക്കളും ഉന്നയിച്ചിരുന്നു. അതായത് പോലീസിൽ നിരന്തരം പരാതിപ്പെട്ടിട്ടും ഇവർ കാര്യമായ നടപടിയൊന്നും ചെന്താമരയ്ക്ക് നേരെ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. അപ്പം ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചത് പോലീസിന് അറിഞ്ഞിരുന്നിട്ടും അവർ അത് വളരെ ലാഘവത്തോടെ എടുത്തു എന്നുള്ളതും ഈ നാട്ടുകാരൊക്കെ ആരോപിച്ചു. അതാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരാതി. ഏതായാലും ഈ കാര്യം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നെന്മാറ SHOയ്ക്ക് വീഴ്ച പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവി ഉത്തരമേഖല IGക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടി എടുത്തില്ല എന്നുള്ളതാണ്. ഒപ്പം ജാമ്യ ഉത്തരവിലെ ഉപാധികൾ ഈ SHO അത് ഗൗനിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് നാട്ടുകാർ പറഞ്ഞ പരാതി ശരിയാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഉത്തരമേഖല IGക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഇനി തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും കാര്യമായ നടപടി SHOയ്ക്ക് നേരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് ഇനി വ്യക്തത വരേണ്ടത്. അടുത്ത ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് പരിശോധിച്ച് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഉറപ്പുള്ള കാര്യം. ഏതായാലും ആ ഒരു നടപടി അതിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു നടപടി ഉണ്ടാവും. അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ്. പരാതിപ്പെട്ടിട്ടും കഴിഞ്ഞ 29-ന് കുടുംബം പരാതിപ്പെട്ടിട്ടുണ്ട്. അതിൽ പോലും യാതൊരു തരത്തിലും പോലീസിന് അനക്കം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അന്വേഷിക്കേണ്ടതുണ്ട്, നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിന് എത്രത്തോളം വേഗതയുണ്ടാവും നിലവിലെ സാഹചര്യത്തിൽ? നിലവിൽ നാട്ടുകാർ വലിയ രീതിയിൽ പോലീസിനെതിരാണ്. പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതൊക്കെ ശരിയാണെന്ന് കണ്ടെത്തിയതോടുകൂടി നെന്മാറ പോലീസിന് സംഭവിച്ചിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പു വന്നിരിക്കുന്നു. ഈ ഒരു വീഴ്ചയ്ക്ക് പകരം കൊടുക്കേണ്ടി വന്നത് 2 ജീവനുകളാണ്. 2 പേരെ കൊലപ്പെടുത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. വളരെ അധികം പ്രശ്നക്കാരനായ ഒരു വ്യക്തി ജാമ്യ വ്യവസ്ഥകൾ പൂർണ്ണമായും ലംഘിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നു. അയാൾ ഈ നിൽക്കുന്ന കാലയളവിൽ ഇവിടെയുള്ള ആളുകളെ വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു. ഇത് നിരന്തരം പോലീസിൽ പരാതിപ്പെട്ടിട്ടും പോലീസ് കാര്യമായ നടപടി സ്വീകരിച്ചില്ല. അത് വളരെയധികം ലാഘവത്തോടെ പോലീസ് കൈകാര്യം ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഫലമായാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ടുള്ളത്, ഇത്തരം ഒരു ആക്രമണം നടന്നിട്ടുള്ളത്. 2 പെൺകുട്ടികൾ അനാഥരായത് ഈ പോലീസിന്റെ വീഴ്ച കാരണമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ച സാഹചര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും. ഒരുപക്ഷെ സസ്പെൻഷനിലേക്കൊക്കെ തന്നെ പോകാനുള്ള സാധ്യത കൂടെ തള്ളിക്കളയാൻ പറ്റില്ല. ഏതായാലും ഈ റിപ്പോർട്ട് പരിശോധിച്ചായിരിക്കും നടപടികൾ ഉണ്ടാകുക. അടുത്ത ദിവസം തന്നെ ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകും. പ്രത്യേകിച്ചും നാട്ടുകാരൊക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമൊക്കെ നടത്തുന്നു, വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഇവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ളത് നാട്ടുകാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു വികാരം കൂടെ മാനിച്ച അടുത്ത ദിവസം തന്നെ ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലാണ് ഒരു ഉറപ്പുള്ളത്. നന്ദഗോപാൽ, നിലവിൽ തെരച്ചിൽ എവിടെയൊക്കെയാണ്? ഇതുവരെ പിടികൂടാനായിട്ടുള്ളത് 2 ദിവസമാകാറായി ഈ കൃത്യം നടന്നിട്ട്. പോലീസിന് ഇതുവരെ എവിടെയാണ് എന്നതിൽ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ടോ തെരച്ചിൽ? പോലീസ് ഇപ്പോഴും ഇരട്ടിൽ തപ്പുന്നു എന്നുള്ളതാണ്. ഇയാളെക്കുറിച്ച് യാതൊരു വിധത്തിലുമുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. ഇന്നലെ ഈ ഒരു കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി പ്രതിക്ക് വേണ്ടിയുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 24 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ കാര്യമായ ഒരു ലീഡിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. പ്രതിയെക്കുറിച്ച് കാര്യമായ ഒരു സൂചന തരാൻ പോലീസിന് ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം. അത് നാട്ടുകാർ
നാട്ടുകാർക്കും വലിയ രീതിയിലുള്ള ഭയം ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും പരിശോധനകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നെല്ലിയാമ്പതി മലയുടെ ഭാഗങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇന്നലെ ഡ്രോണൊക്കെ ഉപയോഗിച്ച് പരിശോധന നടത്തി, പക്ഷേ ഇതൊന്നും ഫലമുണ്ടായിട്ടില്ല എന്നുള്ളത് ജില്ലാ പോലീസ് മേധാവി പറയുന്നു. ഒപ്പം തിരുപ്പൂരിൽ ഇയാൾ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന ലഭിച്ചു. അവിടേക്കും ഒരു സംഘം പോലീസ് എത്തി. പക്ഷേ ഇവിടെ നിന്നും മറ്റ് തെളിവുകളൊന്നും ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഘം തിരിച്ചു വരികയാണ്. ഒപ്പം പോലീസ് പറയുന്ന ഒരു കാര്യം, ലീഡ് കിട്ടിയ ചില സ്ഥലങ്ങളുണ്ട്, ചില ഭാഗങ്ങളിൽ നിന്നും ചില വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോലീസിന്റെ സംഘങ്ങളെ അയച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ പറയില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതി ഈ പോലീസ് വരുന്ന വിവരം അറിഞ്ഞ ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടാവും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എങ്ങോട്ടാണ് പോലീസ് സംഘങ്ങൾ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നൽകാൻ ജില്ലാ പോലീസ് മേധാവി തയ്യാറാകാത്തത്. നിലവിൽ നാളെ കടാവർ നായ്ക്കളെ കൂടെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. അതായത് ഇയാളുടെ വീട്ടിൽ നിന്നും വിഷക്കുപ്പികൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട്. അത് പൂർണ്ണമായും അത്തരത്തിലൊരു സാധ്യത പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ കടാവർ നായ്ക്കളെ കൂടെ എത്തിച്ച ഇവിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ കൂടെ ഒരു വ്യക്തത വരും എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. നാളെ രാവിലെയാണ് കടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുക. ശരി, നന്ദഗോപാൽ.